ബി ജെ പി നേതാവ് നിതിൻ ഗഡ്കരിയെ വീണ്ടും മുന്നണിയിലേക്ക് ക്ഷണിച്ച ഉദ്ധവ് താക്കറെ മഹാവികാസ് അഘാടി സഖ്യത്തിലേക്ക് വന്നാൽ സ്ഥാനാർത്ഥിത്വം നൽകി വിജയം ഉറപ്പു നൽകാമെന്ന് ഉദ്ധവ് താക്കറെ വാഗ്ദാനം ചെയ്യുന്നു. ബി ജെ പിയിൽ അപമാനിതനായി തുടരേണ്ട കാര്യം ഗഡ്കരിക്കില്ലെന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നിതിൻ ഗഡ്കരി ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഉദ്ധവ് താക്കറെയുടെ ക്ഷണം. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഈ യഥാർത്ഥത്തിൽ ഈ ഉദ്ധവ് താക്കറയുടെ ക്ഷണത്തിന് പിന്നിൽ വല്ല ചതിക്കുഴികളും പതിയിരിപ്പുണ്ടോ? തീർച്ചയായും മഹാരാഷ്ട്രയിൽ മാത്രമല്ല രാജ്യത്താകെ തന്നെ ഒരു നല്ല ഇമേജുള്ള BJP നേതാവാണ് നിതിൻ ഗഡ്കരി. അദ്ദേഹം ഗതാഗത മന്ത്രിയായിരിക്കെ, ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിരിക്കെ, ദേശീയപാത വികസനത്തിലടക്കം രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത്, വികസന രംഗത്തൊക്കെ നൽകിയ സംഭാവനകൾ, അദ്ദേഹം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ പൊതു സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ പോലും നിതിൻ ഗഡ്കരിക്ക് നിരവധി ആരാധകരുള്ള കാര്യം നമുക്ക് അറിയാവുന്നതുമാണ്. ഏതായാലും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുക വഴി BJPക്കകത്ത് പുകയുന്ന ഒരു അസ്വാരസ്യത്തെ കൂടുതൽ അങ്ങോട്ട് പുകയ്ക്കാമെന്നതാണ് ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ വിചാരിക്കുന്നുണ്ടാവുക. യവത്മാളിൽ ഇന്നലെ നടന്ന ഒരു റാലിയിൽ വെച്ചാണ് ഇത്തരത്തിൽ നിതിൻ ഗഡ്കരിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് അദ്ദേഹം പറയുന്നത് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നു, പക്ഷേ മഹാരാഷ്ട്രയിൽ ഒരു സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചില്ല. കാരണം BJPക്ക് മഹാരാഷ്ട്രയിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മുന്നണിക്കകത്തെ. പക്ഷെ അപ്പോഴും ഏതായാലും ഉറപ്പിച്ച് പറയേണ്ട ഒരു പേരായിരുന്നു നിതിൻ ഗഡ്കരിയുടേത്. അതിന് സീറ്റ് ചർച്ച പൂർത്തിയാവുന്നത് വരെ കാക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അത് സംസ്ഥാനത്തിനകത്ത് BJPക്കുള്ളിലൊക്കെ തന്നെ പല സംശയങ്ങൾക്കും ഇട നൽകിയിരുന്നു. ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയെ അദ്ദേഹം വളർന്നു വരുന്ന ഒരു സാഹചര്യം പരിഗണിച്ച് അദ്ദേഹത്തെ ഒന്ന് തടഞ്ഞു നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഇങ്ങനെ പടരുന്നുണ്ട്. ആ ഒരു അഭ്യൂഹത്തെ കൂടുതൽ ആളിക്കത്തിക്കാൻ കൂടി, അത് BJPക്കുള്ളിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കൂടി വേണ്ടി ലക്ഷ്യമിട്ടാവാം ഒരുപക്ഷെ ഉദ്ധവ് താക്കറെ അത്തരം ഒരു ക്ഷണം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിതിൻ ഗഡ്കരി നിലവിൽ ഒരു പ്രസിഡന്റിനെ പോലെയാണ്, ഒരു രാജ്യത്തിന്റെ, ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അത്രയും ഉയർന്ന തലത്തിലാണ്. വെറും ഒരു തെരുവിൽ കിടക്കുന്ന ആൾ പ്രസിഡന്റിനെ തന്റെ പക്കലേക്ക് വിളിക്കുന്നത് പോലെയാണ് നിതിൻ ഗഡ്കരിയെ ഉദ്ധവ് ക്ഷണിക്കുന്നതെന്ന പരിഹാസമാണ് ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയിട്ടുള്ള പ്രതികരണം. ഏതായാലും ഗഡ്കരിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. കണ്ടറിയാം നമുക്ക് BJPയുടെ അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോഴെങ്കിലും നിതിൻ ഗഡ്കരിയുടെ പേരുണ്ടാകുമോ എന്ന്. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. ഞങ്ങളുടെ പുതിയ ബ്യൂറോ ആണ് മുംബൈയിൽ നിന്ന്. അവിടെ നിന്നാണ് ശ്രീനാഥ് ചന്ദ്രൻ ചേർന്നത്.